ഇന്ന് നേരം വിളിച്ചപ്പോഴത്തേക്ക് ഞാനൊരു മൊബൈലിലൊരു വീഡിയോസ് കണ്ടു. ആ വീഡിയോസ് ഇങ്ങനെയാണ്. നമ്മുടെ താനൂര് എം.എൽ.എയും മന്ത്രിയുമായിരിക്കുന്ന പി അബ്ദുൾ സാർ പത്രസമ്മേളനമാണ്. അതിന്റെ ഒരു വീഡിയോസ് ആണ് ഞാൻ കണ്ടത്. അപ്പൊ അതിലൂടെ ഈ അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ ചികിത്സപരമായിട്ട് ആരോ ചോദ്യം ചെയ്തിരിക്കാം. അതിനായി മന്ത്രി മറുപടി പറഞ്ഞില്ലേ, ബോട്ടപകടത്തിലെ ചികിത്സയിൽ കഴിയുന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ ധനസഹായം ചെയ്തെന്നാണ്, അതായത് ചികിത്സാ സഹായം ചെയ്തെന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത് ഞാൻ കേട്ടത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നെന്നുണ്ടെങ്കിൽ, സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആ ബോട്ടപകടത്തിൽ ഇന്നും ചികിത്സയിൽ ജീവിക്കുന്ന കുട്ടികളുടെ പിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ചോദിക്കാനുള്ളത്, ആർക്കാണ് ഈ സഹായം നൽകിയിട്ടുള്ളത്? ഈ ബോട്ടപകടത്തിലെ ആരാണ് ഇപ്പോഴും ചികിത്സയിൽ? ഇങ്ങനെ എന്റെ മോളുടെ പേര്, ഇപ്പൊ ചികിത്സയിൽ ജീവിക്കുന്ന മോളുടെ പേര് ജർഷ എന്നാണ്. ഒന്ന് എന്റെ പെങ്ങളുടെ കുട്ടിയാണ് ഐഷ മെത്രി. ഈ രണ്ട് കുട്ടികളുമാണ് എന്റെ അറിവിൽ ബോട്ടപകടത്തില് ചികിത്സയിൽ ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇതിൽ ആർക്കാണ് ഈ സഹായം ഈ സർക്കാരോ അല്ലെങ്കിൽ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ഈ മന്ത്രിയോ ചെയ്തത്? എന്റെ കുട്ടിക്ക് ഇന്ന് വരെയും ഈ ഒരു സഹായമോ അല്ലെങ്കിൽ ചികിത്സപരമായിട്ടുള്ള സഹായമോ തുടർ ചികിത്സയോ ഇതുവരെയും ലഭിച്ചിട്ടില്ല, ഈ നിമിഷം വരെ ലഭിച്ചിട്ടില്ല. പക്ഷെ ഇത് കേട്ടപ്പോ നമുക്ക് നല്ല വേദന. കാരണം കളവ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത് പച്ച കളവാണെന്നുള്ളതായിട്ട് എനിക്ക് ബോധ്യമാണ്. കാരണം അങ്ങനെ ചികിത്സാ സഹായം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ലഭിക്കേണ്ടത് ജർഷ എന്ന കുട്ടിക്കാണ്, അല്ലെ ആയിഷ മെഹ്റി എന്ന കുട്ടിക്കാണ്. ഈ രണ്ട് കുട്ടികളുടെയും ചികിത്സാ സഹായം ഇന്നുവരെയും ചെയ്യാതെ ഒരു മന്ത്രി ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാരാണ് അംഗീകരിക്കുക? നമുക്ക് അംഗീകരിക്കുവാനായിട്ട്. മറിച്ച് വേറൊരു സംഭവം അതില് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഇത് ചികിത്സാ സഹായം ഞങ്ങൾക്ക് തന്നെന്നും ഈ കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിരിയാ വരുന്നത്, നമുക്ക് ചിരിച്ച് കളയേണ്ടി വരുന്നു അല്ലെങ്കിൽ തള്ളിക്കളയേണ്ടി വരുന്നു എന്നാണ് മന്ത്രി ഇന്നലെ അത് പറഞ്ഞു. അത് വാസ്തവത്തില് ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ചിരിച്ചു കളയുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളാണെന്ന് വ്യക്തമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടപകടത്തില് ഇന്നും ദുരിതം അനുഭവിച്ചിട്ടിരിക്കുന്ന കുടുംബമായ ഞങ്ങളെയാണ് തള്ളിപ്പറയുന്നത് അല്ലെങ്കിൽ ചിരിച്ചു കളയുന്നത് എന്നുള്ളതായിട്ട് പറഞ്ഞത് സത്യമാണെന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നുവരെയും ഒരു ചികിത്സാ സഹായവും ലഭിക്കാത്ത നമുക്ക് ചികിത്സാ സഹായം തന്നെന്ന് പറഞ്ഞ് കളവ് പറയുന്ന ആ വീഡിയോസ് കണ്ടുകൊണ്ട് നമുക്ക് വേദനയോട് ആണ് ഇത് പ്രതികരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല പ്രതിഷേധമുണ്ട്. കാരണം ഇല്ലാത്ത കാര്യമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ നിമിഷം പോലെ, അതായത് തൊട്ടടുത്ത്, ഞാൻ പരപ്പനടിക്കാരനാണെങ്കിലും തൊട്ടടുത്തുള്ള താനൂർ മണ്ഡലത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. താനൂർ മണ്ഡലത്തിലെ എം.എൽ.എയും മന്ത്രിയുമായിരിക്കുന്ന പി അബ്ദുൾ സാറാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ നിമിഷം വരെ ഈ കുട്ടികളെ, അതായത് ഈ ചികിത്സയിൽ കഴിയുന്ന ഈ കുട്ടികളെ ഒരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ ഒന്ന് കാണാനോ ഇന്നുവരെ കഴിയാത്ത ഈ മന്ത്രിയാണ് നമുക്ക് സഹായം തന്നതായിട്ട് പറയുന്നത്. എങ്ങനെയാണ് സഹായം തന്നത്?